evening. Good evening, ma'am. Good evening, ma'am. Good evening, miss. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Good evening, ma'am. Yes, ma'am. പറ്റുന്നുണ്ട്. Good evening. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഭൂരിഭാഗം പേർക്കും എന്നെ അറിയാൻ സാധിച്ചെന്ന് വരില്ല. കുറച്ചു പിള്ളേർക്ക് അറിയാനായിട്ട് സാധിക്കും. എന്നെ പുതുതായിട്ട് കാണുന്നവർ എത്ര പേരുണ്ട്? കുറെ അധികം പേരില്ലേ? ഉണ്ട് മാം. Yes, ma'am. MT1, MT2, 3 and 4 അവർക്ക് ഞാൻ ഓൾറെഡി ക്ലാസ് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇല്ല. അപ്പൊ അതിലെ ആ ബാച്ചിലെ കുട്ടികൾക്കാണ് അറിയാനായിട്ട് സാധിക്കാത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അശ്വതി എന്നാണ്. ഇന്നലെയാണ് സാധാരണ എന്റെ ക്ലാസ് വരുന്നത്. ഫ്രൈഡേസിലാണ് ക്ലാസ് വരിക. പക്ഷെ ഈ ആഴ്ചയും നെക്സ്റ്റ് വീക്കും സാറ്റർഡേസ് ആണ് ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. മോണ്ടിസോറി ബാച്ചുകൾക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചറാണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ, നമുക്കിനി ഓരോ ക്ലാസ്സുകളിലായിട്ട് നിങ്ങളെ കൂടുതൽ പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? PG ക്ലാസ് എങ്ങനെയുണ്ട്? സ്റ്റാർട്ടിങ് എങ്ങനെയുണ്ട്? ജിഷാമ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ആരാണ് പ്രയർ ചെയ്യുന്നത്? ആരാണ് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്? മാം, ഇന്നത്തേക്ക് മലയാളം പാടിയാൽ മതിയോ? ആരും വരാത്തോണ്ട് അത് മതി. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ പാടാം. പേര് തമന്ന. ഗുഡ് ഈവനിങ് മാം. ഓക്കെ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ. ഭക്തിയും വിവേകവും തരീണമേ ദയാനിധി. ഭക്തിയും വിവേകവും തരീണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. വെരി ഗുഡ്. പഴയ കാലത്തോട്ട് പോയി. പഴയ കാലത്ത് സ്കൂൾ അസംബ്ലികളില് കേൾക്കാറുള്ള ഒരു പ്രയർ ആണ് അല്ലെ? പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയതിന് താങ്ക്സ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടി. നല്ല വോയിസ് ആണ്. നൊസ്റ്റാൾജിക് എന്താ പറയാ, ആ ഒരു ക്രിയേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കേട്ടോ. ഓക്കെ, അപ്പോ എന്താ പറയാ, നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഷാമ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സുജാത. Sorry, ma'am. Mic അറിയാതെ വന്നത്. സുജാത കോമായിട്ടില്ലേ പേര്? ഞാൻ തോന്നി വേറെ കുറെ കുട്ടികളുണ്ട് തോന്നുന്നല്ലേ? എത്ര പേരുണ്ട്? രമ്യ. ഓക്കെ ഓക്കെ. ഷെറിനെ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് എന്താ പറയാ, നമ്മുടെ യൂണിറ്റ് ഞാൻ എടുക്കുന്നത് യൂണിറ്റ് 3 ആണ് കേട്ടോ. അപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ്. ആ ഒരു ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. മാം യൂണിറ്റ് 1 ആണ് എടുക്കുന്നത്. ഞാൻ 3 തുടങ്ങുന്നത്. 2 മിസ് തന്നെ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പൊ 3 ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? യൂണിറ്റ് 3. ഓക്കെ, കാണാനൊക്കെ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മുടെ നമുക്ക് മോണ്ടിസോറിയില് പാർട്ട് 4 ഒരു സ്കൂൾ മാനേജ്മെന്റ് വരുന്നുണ്ട്. MT1, 2, 3, 4 ഞാൻ ഓൾറെഡി അത് എടുത്ത് കഴിഞ്ഞതാണ്. സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ അതില് എങ്ങനെയാണ് എന്താ പറയാ, ഒരു സ്കൂൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്,
ഇനി സൂപ്പർവിഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ ചാപ്റ്ററിന്റെ കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലുള്ളത് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കപ്പോ അതിൽ എത്താത്ത കുട്ടികൾ ഉണ്ടാവാം, പുതിയ ബാച്ചുകളിലുള്ള കുട്ടികൾ ആ പാട്ടിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല, വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്തിട്ടാണ് ക്ലാസ് മുമ്പോട്ട് പോവുക കേട്ടോ. നിങ്ങൾക്ക് ഞാൻ മാത്രമല്ല ക്ലാസ് ലീഡ് ചെയ്യുക, എന്റെ ക്ലാസ്സിൽ ഇരുന്നവർക്കും അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ്സിൽ ഇരുന്ന കുട്ടികൾക്ക് അറിയാം എങ്ങനെയാണ് മോണ്ടിസോറി ക്ലാസ്സുകൾ മുമ്പോട്ട് പോകാനല്ലേ. എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയും, നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് നിങ്ങൾ പറയാം. അങ്ങനെ ഇന്ററാക്റ്റീവ് സെക്ഷനിലൂടെയായിട്ട് നമ്മൾ ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലെസണിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലെ, എന്താണ് സ്കൂൾ മാനേജ്മെന്റ്? ഇത് പറഞ്ഞ ആരെങ്കിലും അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ ഇതിനകത്ത്? സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾ മാനേജ്മെന്റ് മാം ഒരു ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇതില് ഒരു എക്കോ ഫീൽ അടിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ, ഞാൻ ചോദിക്കുന്ന ആളുകൾ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ, രമ്യ ഒന്ന് പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റ് എന്താണ്? ആ മാം പറയാം. ഒരു സ്കൂളിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ പ്ലാനിങ്ങും അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും എന്താ പറയുക ക്ലാസ് റൂം മാനേജ്മെൻറ്റും എല്ലാം അടങ്ങുന്ന ഒരു അതല്ലേ മാം? അതായത് ക്ലാസ് റൂം മാനേജ്മെന്റ് ആയാലും സ്കൂൾ മാനേജ്മെന്റ് ആയാലും ടീച്ചേഴ്സ് ആയാലും അവിടെയുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാ സ്റ്റാഫുകളും എല്ലാം ഉൾക്കൊള്ളുന്ന അതാണ് ഒരു സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണോ? ആണോ സുജാത കോമാട്ടിൽ സ്കൂൾ മാനേജ്മെന്റ് എന്താണ്? സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ഇന്റേണലി എക്സ്റ്റേണലി സ്കൂളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവിടുത്തെ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യുക. രമ്യ പറഞ്ഞത് തന്നെയാണ്, അവിടുത്തെ A to Z കാര്യങ്ങൾ മാനേജ് ചെയ്ത് നല്ല രീതിക്ക് കുട്ടികൾക്ക് അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂൾ മാനേജ്മെന്റ് അല്ലേ? ഓക്കെ, ഇനി വേറെ എന്താ പറയാനുള്ളത്? എന്താണ് സ്കൂൾ മാനേജ്മെന്റ് അറിയാമോ? ഒരാളും കൂടി ഒന്ന് പറഞ്ഞേ. ഞാൻ പേരൊന്നും വിളിക്കുന്നില്ല, ഇഷ്ടമുള്ള ആളുകൾക്ക് പറയാം. ഞാൻ പറയട്ടെ മാം. പറഞ്ഞോളൂ. Management is the process of planning, organizing, leading, and controlling the resources of organization, achieve its goals effectively. അതായത് കാര്യക്ഷമമായി ഒരു വെൽ പ്ലാനോടുകൂടി ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ സംഘാടിത താല്പര്യത്തോടുകൂടി പ്ലാൻ ചെയ്ത് ലീഡ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഘടന, നേട്ടം കൈവരിക്കത്തക്ക രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, ശരിയാണ്. ഇപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്യും കേട്ടോ എല്ലാവരും. ഇനി ചില പോയിന്റ്സ് പറഞ്ഞു തരാം, വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഒരു സ്കൂള് എഫക്റ്റീവായി പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ്, സ്കൂളിന്റെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ, അതായത് സ്കൂള് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ സംഘടിപ്പിക്കുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് സ്കൂൾ മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്കൂളിന് നിശ്ചിത എയിം ഉണ്ടാകും അല്ലെ? ഇപ്പൊ ഏതൊരു സ്ഥാപനമാണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ നോക്കിയാൽ ആ സ്ഥാപനത്തിന് പർട്ടിക്കുലർ ആയിട്ടൊരു എയിം ഉണ്ടാവും. സ്കൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മികച്ച രീതിയിലുള്ള ചികിത്സ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രൈവറ്റ് ഫേം ആവട്ടെ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനമായിക്കോട്ടെ, ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള ചില എയിംസ് ഉണ്ട്. അപ്പൊ എയിംസ് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്
ഇത്തരത്തിലുള്ള, അതായത് മെൻ ആൻഡ് മെറ്റീരിയൽസ്, മനുഷ്യ വിഭവങ്ങളും അതുപോലെ തന്നെ മെറ്റീരിയൽസും കമ്പൈൻ ചെയ്തുകൊണ്ട്, മീൻസ് ഇന്റഗ്രേറ്റ് ചെയ്തതുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു പ്രവർത്തനത്തെയാണ് എന്ത് പറയാ, മാനേജ്മെന്റ് എന്ന് പറയാം. ഒരു സ്കൂളിലേക്ക് നമ്മൾ വരുമ്പോൾ പലതരത്തിലുള്ള റിസോഴ്സസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെ? എന്തൊക്കെ റിസോഴ്സസ് ആണ് സ്കൂളിലുള്ളത്? എന്തൊക്കെയാണ് സ്കൂളിലുള്ള റിസോഴ്സസ്? ടീച്ചിങ് സ്റ്റാഫുകളുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫുകളുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫുകളുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൽ പ്രവർത്തിക്കാൻ ആവശ്യമുള്ള ക്ലാസ് റൂം എക്യുപ്മെന്റ്സുകളുണ്ട്, ധാരാളം ഉപകരണങ്ങളുണ്ട്. ഇതൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് പ്രവർത്തനം നടത്തുന്നതിനെയാണ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് നടത്താനായിട്ട് അതിന്റെ നടത്തിപ്പുകാരായിട്ട് എന്താണ് ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗവും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ സ്കൂൾ മാനേജ്മെന്റിൽ ഒരു ഡെഫിനിഷൻ കൊടുക്കുക. കുറച്ചും കൂടി ഡെപ്ത് കൂടിയ ലെവലിലാണ് ഞാൻ പറയുന്നേ. ഇത് പറയാത്ത മുമ്പത്തെ ക്ലാസ്സുകളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ കുറച്ചും കൂടി ഡെപ്ത് വെർഷൻ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു സ്ഥാപനത്തിനായാലും എന്തുണ്ട്, പ്ലാനിങ് അല്ലെ, സൂപ്പർവിഷൻ ഉണ്ട്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങളോട് കൂടിയും സൂപ്പർവിഷനോട് കൂടിയുമാണ് ഒരു സ്ഥാപനം പ്രവർത്തിക്കുക. അപ്പൊ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ മാനേജ്മെന്റ് സ്കൂളുകളിലും ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് നടത്തുന്നത്? സ്കൂളിന്റെ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? സ്കൂളിന്റെ എയിം എന്ന് പറഞ്ഞാല് കുട്ടികളെ നല്ല രീതിയിൽ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് സ്കൂളിന്റെ എയിം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഓരോ സ്കൂളുകളും പ്രവർത്തിക്കുന്നത്. അപ്പോ ആ എയിം നിറവേറുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ നല്ല പൗരന്മാരാക്കുക, നല്ല മനുഷ്യന്മാരാക്കി തീർക്കുക, അവർക്ക് ഉയർന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ സ്കൂളും പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റുഡൻസിനും സ്കൂൾ മാനേജ്മെന്റില് അവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും അവിടെ ജോലി എടുക്കുന്ന ഓരോ സ്റ്റാഫിനും നല്ലൊരു എൻവയൺമെന്റ് ഒരുക്കി കൊടുക്കും, അല്ലെ? നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനമായാലും ഒരു സ്കൂളായാലും നമുക്ക് വേണ്ട രീതിയിൽ ഒരു എൻവയൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ജോലി ചെയ്യാനായിട്ട് സാധിക്കൂ, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കൂ. ഇപ്പൊ നമ്മള് ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ലെ? കുറെ പേര് ഇങ്ങനെ കലപില ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാല് നമ്മുടെ പഠിക്കുന്നതിന് തടസ്സം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യും? മ്യൂട്ട് ചെയ്ത് വെക്കും. അതാണ് ഒരു എൻവയൺമെന്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ ഒരു ജോലി എടുക്കുന്ന സ്ഥാപനമായാലും സ്കൂളുകളായാലും അതിന് വേണ്ടിയിട്ട് ജോലിക്കാർക്ക് ജോലി ചെയ്യുന്നതിനും കുട്ടികൾക്ക് പഠിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു എൻവയൺമെന്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ സ്കൂൾ മാനേജ്മെന്റിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞു പോകാം. ആദ്യം എന്ന് പറയുന്നത് കരിക്കുലം പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആണ്. കൃത്യമായിട്ടൊരു പാഠ്യപദ്ധതി തയ്യാറാക്കുക. ഏതൊരു സ്കൂളിലായാലും കൃത്യമായിട്ടൊരു കരിക്കുലം ഉണ്ടാവും. ആ കരിക്കുലമാണ് അവർ ഫോളോ ചെയ്യുക. അപ്പൊ ആ കരിക്കുലം പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷൻ, അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. രണ്ടാമത്തേത് മോണിറ്ററിംഗ് ടീച്ചിങ് മെത്തഡോളജീസ്, അതായത് ടീച്ചേഴ്സിന്റെ പഠിപ്പിക്കുന്ന രീതി മോണിറ്റർ ചെയ്യുക, അല്ലെ? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, എന്നെ ഇവിടെ മോണിറ്റർ ചെയ്യാനായിട്ട് ആരുണ്ട്? ഒരു മാനേജ്മെന്റ് ഉണ്ട്. അതൊരു പ്ലാനിങ് ആണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലാനിങ് ആണ്. പഠിപ്പിക്കുന്ന ഓരോ ടീച്ചർമാരും പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്, അവർ കൃത്യമായിട്ട് വരെ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അതൊരു സ്കൂൾ പ്ലാനിങ്ങിൽ വരുന്നത്. നിങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ സ്കൂളുകളിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നവരുണ്ടാവും, അല്ലെ? നിങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവോ? ഉണ്ടാവും, അല്ലെ? അത് സ്കൂൾ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു കരിക്കുലം പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. സെക്കൻഡ് വൺ ഈസ് മോണിറ്ററിംഗ് ടീച്ചിങ് മെത്തഡോളജീസ്. മൂന്നാമത്തെ പോയിന്റ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡന്റ് പെർഫോമൻസ്. PDF ഉണ്ടോ മാഡം? എന്താണ്? ഇല്ല മോളെ, PDF ഞാൻ വരുന്നുള്ളൂ. ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ് കേട്ടോ. PDF വന്നിട്ടില്ല, PDF വരാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പായിട്ടത് കിട്ടാത്ത ആളുകളുണ്ട്, സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാത്ത ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത്.
കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? മാം ഒന്നും കൂടി പറയുമോ? റിപ്പീറ്റ് ചെയ്യോ? എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാം. ലേറ്റ് ആയിട്ടാണ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ആദ്യത്തെ പോയിന്റ് കരിക്കുലം പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഫസ്റ്റ് പോയിന്റ് സ്കൂൾ മാനേജ്മെന്റിന്റെ. രണ്ടാമത്തത് മോണിറ്ററിംഗ് ടീച്ചിങ് മെത്തഡോളജീസ്. മോണിറ്ററിംഗ് ടീച്ചിങ് മെത്തഡോളജീസ്. Then third point ആണ് evaluation of student performance. Evaluation of students performance. ഒരു സ്കൂൾ മാനേജ്മെന്റ് ഡ്യൂട്ടി ആണെന്ത് അവിടെയുള്ള സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അല്ലെ, നിങ്ങൾ എത്രമാത്രം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം എക്സാമിന് സ്കോർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മാനേജിങ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. മാനേജിങ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഇതിനകത്ത് വരുന്നത് അറ്റൻഡൻസ് ടൈം ടേബിൾ. ഇതിനെയാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. ഡെയിലി ഉള്ള കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുക, ടീച്ചിങ് സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് എടുക്കുക, ടൈം ടേബിൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്തിന്റെ ഭാഗം തന്നെയാണ്? സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമാണ് മാനേജിങ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. അടുത്തത് ഹാൻഡ്ലിംഗ് അഡ്മിഷൻ. അഡ്മിഷൻസ് കൈകാര്യം ചെയ്യുക. സ്കൂളുകളിലേക്ക് വരുന്ന അഡ്മിഷൻസ് എന്ത് ചെയ്യുക? ഹാൻഡിൽ ചെയ്യുക. ഹാൻഡ്ലിംഗ് അഡ്മിഷൻ. അടുത്തത് മെയിൻറ്റെയിൻ റെക്കോർഡ്സ്. സ്കൂളില് പല പല റെക്കോർഡുകൾ ഉണ്ടാവുക അല്ലെ. ഉദാഹരണത്തിന് കുട്ടികളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന റെക്കോർഡ്, ടീച്ചിങ് സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന റെക്കോർഡ്, ഇങ്ങനെയുള്ള റെക്കോർഡുകൾ എന്തുണ്ടാവും? സ്കൂളുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഹാൻഡ്ലിംഗ് അഡ്മിഷൻ കഴിഞ്ഞിട്ട് മെയിൻറ്റെയിൻ റെക്കോർഡ്സ്. മെയിൻറ്റെയിൻ റെക്കോർഡ്സ്. Ma'am, managing day-to-day operations and attendance and the balance. ടൈം ടേബിൾ അതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒന്നാണ്. ബ്രാക്കറ്റിൽ ഇട്ടിട്ട് എഴുതിയാൽ മതി അറ്റൻഡൻസ് ആൻഡ് ടൈം ടേബിൾ. അടുത്തത് ഹാൻഡ്ലിംഗ് അഡ്മിഷൻ ആണ്. ഹാൻഡ്ലിംഗ് അഡ്മിഷൻ. The next one, maintain records. Maintain records. Okay. Okay, ma'am. റെക്കോർഡ്സ് ആണോ? റെക്കോർഡ് RECORDS records. Then implementing policies and procedures. അടുത്തത് കേട്ടോ, implementing policies and procedures. ചില പോളിസികളും പ്രൊസീജിയേഴ്സ് ഒക്കെ നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. The next one, budget planning and allocation. സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ്, ഫണ്ട് വിതരണം അല്ലെങ്കിൽ ഫണ്ട് അലോക്കേഷൻ മുതലായ PDF-ലില്ല, ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ് കേട്ടോ. ബഡ്ജറ്റ് പ്ലാനിങ് ആൻഡ് അലോക്കേഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ട്. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്, കുറെ അധികം ഒന്നും വേണ്ട, ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ബഡ്ജറ്റ് പ്ലാനിങ് വരെ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി നേരെ ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, താങ്ക് യു. പ്രൊസീജിയേഴ്സ്. Then budget planning. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയോ? ഒന്നുകൂടി പറയാം. Curriculum planning and implementation. Curriculum planning and implementation. Monitoring teaching methodologies. Evaluation of students' performance. Managing day-to-day operations like attendance and timetable. Handling admission. Maintain records.
implementing policies and procedures, then budget planning and allocation. Okay. എല്ലാവരും ക്യാച്ച് ചെയ്തല്ലോ, എഴുതിയില്ലേ? അപ്പൊ ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് PDF-ലോട്ട് നേരെ പോകാം. ലാസ്റ്റ് പോയിന്റ് ബഡ്ജറ്റ് പ്ലാനിംഗ് ആൻഡ് അലോക്കേഷൻ കേട്ടോ. ബഡ്ജറ്റ് പ്ലാനിംഗ് ആൻഡ് അലോക്കേഷൻ. ഓക്കെ, അപ്പൊ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. എല്ലാവരും മൈൻഡിൽ റീഡ് ചെയ്യുക കേട്ടോ, മൈൻഡിൽ റീഡ് ചെയ്യുക. ഓക്കെ, വായിച്ചു കഴിഞ്ഞതിന് ശേഷം തമ്പ് ചെയ്യാം. മാം, ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? സ്കൂൾ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. സ്കൂൾ മാനേജ്മെന്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞ പോയിന്റുകളാണ് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. റീഡ് ചെയ്തു. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. റീഡ് ചെയ്തായിരുന്നോ എല്ലാവരും? ഓക്കെ. അപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ ആപ്ലിക്കബിൾ ആകുന്നത് എന്നാണ് ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഹെഡിങ് വായിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് പിടികിട്ടില്ല, കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. യാതൊരു കൺഫ്യൂഷന്റെ ആവശ്യകതയില്ല കേട്ടോ. നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും എന്താണെന്ന്. അത് പറയുന്നത് ഒരു സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത്, സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത് സ്കൂൾ പ്ലാനിംഗ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെക്കോർഡ്സ് ഓഫ് സ്കൂൾ, ഡിസിപ്ലിൻ ആൻഡ് കോർഡിനേഷൻ. ഈ 4 ഘടകങ്ങളെയാണ് സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സ്കൂൾ പ്ലാനിംഗ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെക്കോർഡ്സ് ഓഫ് സ്കൂൾ ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട്. ഈ ഏരിയകൾക്ക് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആവശ്യമാണെന്ന് പറയുന്നത്. എന്താണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്? വാട്ട് ഈസ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്? എന്താണ് ജോളി ഗീവർഗീസ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്? വിദ്യാഭ്യാസപരമായിട്ട് എഡ്യൂക്കേഷനെ മാനേജ് ചെയ്യുന്ന ലീഡേഴ്സ്, അതായത് സ്റ്റാഫ്, ഓൾ ഓഫ് ദ സ്റ്റാഫ്സ്, മാനേജർ, കോർഡിനേറ്റർ, പിന്നെ കമ്മിറ്റി, ബോർഡ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ലീഡിങ് സ്റ്റാഫ്സ്. അർബൻ മാനേജ്മെന്റ്. പറഞ്ഞോളൂ ജോളി, പറഞ്ഞോളൂ. പറഞ്ഞാല് മാം, സ്കൂൾ മാനേജ്മെന്റ് അല്ലേ മാം ചോദിച്ചത്? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, അത് തന്നെ. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചത്. ഞാൻ തന്നെ പറയാം, കൺഫ്യൂഷൻ ആക്കുന്നില്ല കേട്ടോ. അതായത് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രക്ചേഴ്സിന് സൂപ്പർവിഷൻ കൊടുക്കുകയും ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
അതായത് ഒരു സ്കൂളിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സ്കൂൾ തലത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്കൂളിന്റെ ആസൂത്രണങ്ങൾ, അവരുടെ പ്ലാനിങ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു മെൻ ആൻഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് മനുഷ്യ വിഭവങ്ങളെയും അതായത് സ്റ്റാഫുകളെയും അവിടെയുള്ള മെറ്റീരിയൽസ് ഉപകരണങ്ങളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പ്രൊസീജിയർ ആണത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. ഓക്കെ, സ്കൂൾ ആയാല് അവിടെ ടീച്ചേഴ്സ് ഉണ്ടാകും, കുട്ടികൾ ഉണ്ടാകും, മാനേജ്മെന്റ് ഉണ്ടാകും, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടാകും, ഉപകരണങ്ങൾ ഉണ്ടാകും, ധാരാളം മെറ്റീരിയൽസ് ഉണ്ടാകും. ഇത്തരത്തിൽ ഇവയെ കമ്പൈൻ ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ഞാൻ പറഞ്ഞു സ്കൂൾ പ്ലാനിംഗ് ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട്, അതുപോലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. ഇതിനൊക്കെ എന്തിന്റെ ആവശ്യമുണ്ട്? ഒരാള് വിചാരിച്ചാൽ മാത്രം നമുക്ക് ഇത്തരത്തിലുള്ള സ്കൂൾ പ്ലാനിങ്ങോ റെക്കോർഡ് തയ്യാറാക്കലോ ഡിസിപ്ലിനോ കോർഡിനേഷനോ ഒന്നും തന്നെ നടക്കില്ല, അല്ലെ? ഇതിന് പല തലങ്ങളിലുള്ള ആളുകൾ വേണം, പലതരം മെറ്റീരിയൽസ് വേണം, അല്ലെ? ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം, ആ റെക്കോർഡ് തയ്യാറാക്കണം, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ പ്ലാനിങ് നടത്തണം. ഇതിന് ഒരാൾ വിചാരിച്ചാൽ മാത്രം പറ്റില്ല, അല്ലെ? അതിന്റെ മാനേജ്മെന്റ് കൂടെ നിൽക്കണം, ടീച്ചർമാര് സഹകരിക്കണം, കുട്ടികൾ സഹകരിക്കണം. അപ്പൊ പലതരത്തിൽ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു സ്കൂളിൻ്റെതായിട്ടുള്ള ആളുകളെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ പുറത്തുനിന്നുള്ള ആളുകൾ ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് സ്കൂളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റും എന്താണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. അതും ഒരു കമ്പോണന്റ് ആണ്. അതുപോലെ തന്നെ യൂണിയനുകൾ, ടീച്ചർമാർക്ക് യൂണിയനുകൾ ഉണ്ട്, അല്ലെ? അവരെന്തായിട്ട് നിൽക്കുന്നുണ്ട്? സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പാർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ പല പല ബോർഡുകൾ, പല പല ഓർഗനൈസേഷൻസ് ഉണ്ട് സ്കൂളിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, അതും ഇതിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരം ഏജൻസീസ് ഉണ്ട്. ഇത്തരം ആളുകൾ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പ്രിൻസിപ്പൽ, ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്നിവരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ഇത്തരം ആളുകളെ നമുക്ക് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് കാണാനായിട്ട് സാധിക്കും. ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, അല്ലെ? സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് ഗ്രാന്റ് അനുവദിക്കുന്നുണ്ട്, അല്ലെ? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പൊ ഇത്തരം ആളുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കുന്നത്. നമ്മുടെ ഫാമിലി തന്നെ നിങ്ങൾ നോക്കുക, നമ്മുടെ ഫാമിലി മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ ഫാമിലി മെമ്പേഴ്സും എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്ത് പോകണം, അല്ലെ? അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ ഫാമിലിയിൽ ഹസ്ബൻഡ് ഉണ്ട്, വൈഫ് ഉണ്ട്, ചിൽഡ്രൻസ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്. ഇവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫാമിലി മുന്നോട്ട് പോവുക. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ആബ്സെൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഫാമിലി താളം തെറ്റും, അല്ലെ? ഏതെങ്കിലും ഇപ്പൊ ഒരാൾ മരണപ്പെട്ടു പോവാണ്, അല്ലെങ്കിൽ ഒരാൾ ദൂരേക്ക് പോവാണ് വിചാരിക്കുക ഫാമിലിയിൽ നിന്ന്, നമ്മുടെ ഫാമിലിയിൽ താളപ്പിഴതോ ഉണ്ടാവില്ലേ? ഉണ്ടാവോ ഇല്ലയോ? യെസ് മാം, ഉണ്ടാവും. പോലെ തന്നെയാണ് എന്ത് സ്കൂളും. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ഓരോ കമ്പോണൻസും ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ഓക്കെ, സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്താ പറയാ, ആ പ്രവർത്തനങ്ങളെയാണ് സ്കൂള് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ധാരാളം ഘടകങ്ങളുണ്ട്. അതിന്റെ നടത്തിപ്പ് അല്ലെങ്കിൽ അതിന്റെ ഇംപ്ലിമെന്റേഷനെയാണ് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയാ. ആരാണ് ഇപ്പൊ ഡൗട്ട് ചോദിച്ചത്? എല്ലാവർക്കും ക്ലാരിഫിക്കേഷൻ കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും പറഞ്ഞതില്? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാട്ടോ, ക്ലിയർ ചെയ്ത് പോവാം. ആദ്യം പറഞ്ഞ ആ ഒരു ഡെഫിനേഷൻ ഒന്നുകൂടെ തരാമോ? ഇറ്റ് ഈസ് ഒരു പ്രൊസീജിയർ, പ്രോസസ് ബൈ വിച്ച് ആ ഒരു ഡെഫിനേഷൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മേഡം അതൊന്ന് ഇംഗ്ലീഷിൽ പറയൂ. ഇംഗ്ലീഷിൽ പറയാനോ? ഡെഫിനിഷനോ? എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആണോ? അതെ, എഡ്യൂക്കേഷൻ. അതായത് അത് നമ്മള് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിനൊരു വേർഡ് മാത്രം കൊടുത്തോളൂ, ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്.
എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് മനസ്സിലായ മാത്രം മതി. ഓക്കെ, നോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ. ഇംഗ്ലീഷ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ശരിയായിട്ടുള്ള സ്ട്രാറ്റജീസ് ആൻഡ് പ്ലാനിങ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം സ്കൂള് പ്രവർത്തിക്കണമെങ്കിൽ, കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതും ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആണ് ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ആയിട്ട് വരുന്നത്. ആരാണ് ഹെഡ്? ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ കേട്ടോ. ഒരു എന്താ പറയാ, മുകളിൽ നിൽക്കുന്ന ആളുണ്ടാകും, അധികാരിയായിട്ടുള്ള ഒരാളുണ്ടാകും, അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരാളുണ്ടാകും. ആളാണ് ഹെഡ് എന്ന് പറയുന്നത്. അയാളാണ് ആ സ്കൂളിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെ സൂപ്പർവിഷൻ കൊടുക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്താ പറയാ, സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, എല്ലാ ആക്ടിവിറ്റീസ്, ഡേ ടു ഡേസ് ആയിട്ടുള്ള ഓപ്പറേഷൻസിലും ഒക്കെ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. നമുക്കറിയാം, ഹെഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ ഓവറോൾ കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും ഏത് സമയവും അല്ലെ. കുട്ടികളൊക്കെ നേരവണ ക്ലാസ്സിലോട്ട് കയറുന്നുണ്ടോ, ടീച്ചേഴ്സ് ഒക്കെ കറക്റ്റ് സമയത്താണ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്, ഏതൊക്കെ കുട്ടികളാണ് കോമ്പൗണ്ടിന് പുറത്തേക്ക് കിടക്കുന്നത്, ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടാകും. അകത്താണ് ആളിരിക്കുന്നതെങ്കിലും എപ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒബ്സർവ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ സ്കൂളിൻ്റെതായിട്ടുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും എല്ലാത്തരം ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിട്ട് നിന്ന് നല്ലൊരു എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, സ്കൂൾ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കൂൾ ഹെഡിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ മാറ്റേഴ്സിലൊക്കെ ഈ സ്കൂൾ ഹെഡ് എന്ത് ചെയ്യണം, ഒപ്പീനിയൻ പറയാനായിട്ട് അവസരം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പല മാനേജ്മെന്റും അതിന് സമ്മതിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മാനേജ്മെന്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ ഓർഡർ ഫോളോ ചെയ്യുക മാത്രമാണ് ഒരു സ്കൂൾ ഹെഡ് ചെയ്യുന്നത്. അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നത് മൂലം കുറെ കാര്യങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. കാരണം ഒരു സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ ഓവറോൾ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത് ഒരു സ്കൂൾ ഹെഡിനാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? സ്കൂൾ ഹെഡിനെ അറിയാനായിട്ട് ഇപ്പൊ മാനേജ്മെന്റ് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ, സ്കൂളിനെ സംബന്ധിച്ച ഡിസിഷൻസ് ഒക്കെ എന്തെങ്കിലും എടുക്കുമ്പോൾ ഇവരെ കൂടി പങ്കെടുപ്പിക്കണം. അതിനകത്ത് സ്കൂൾ ഹെഡിനെ കൂടി പങ്കെടുപ്പിക്കണം. ശരിക്കും പറഞ്ഞാല് മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ അപ്പാടെ അനുസരിക്കുന്ന ഒരാളാണ് ആര്, സ്കൂൾ ഹെഡ് എന്ന് പറയുന്നത്. അവര് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കണം എന്ന് പറയും. ആരുടെ? ഹെഡിന്റെ ഒപ്പീനിയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുകയും മാനേജ്മെന്റ് എടുക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ, ചില മീറ്റിംഗ്സ് ഒക്കെ മാനേജ്മെന്റ് വെക്കും. അപ്പൊ ഇവരുടെ ഒപ്പീനിയനെ കൂടി ചോദിച്ചിട്ട് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം പുതിയ പുതിയ നിയമങ്ങളൊക്കെ രൂപീകരിക്കാനായിട്ട്. ഓക്കെ, പക്ഷെ അങ്ങനെ കൊടുക്കുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അവർക്ക് നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. എന്താണ് ഡെമോക്രസിയുടെ ഡെഫിനിഷൻ? എന്താണ് ഡെമോക്രസി? Of the people, by the people, for the people. People, by the people, for the Government of the people, by the people and for the people. ഓക്കെ, അപ്പോ ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തിന് അവകാശമുണ്ട്, ഒപ്പീനിയൻസ് പറയാനായിട്ട് റൈറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ മാനേജ്മെന്റിന് മുന്നിൽ പറയുകയും ആ ഒരു സ്കൂളിന്റെ ഓവറോൾ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മറ്റും എന്താണ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ അഭിപ്രായങ്ങളും കൂടുതൽ ഉൾപ്പെടുത്തണം. കാരണം ഒരു ഹെഡാണ്, ഇവർക്കാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ്, ഏത് കരിക്കുലമാണ് ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങള്
ടെക്സ്റ്റ് ബുക്കുകൾ ഉൾപ്പെടുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ കൂടി അഭിപ്രായം നോക്കിയിട്ട് വേണം നമ്മൾ സ്വീകരിക്കാനായിട്ട്. മാനേജ്മെന്റ് മൊത്തമേ തീരുമാനങ്ങളൊന്നും എടുക്കാൻ തന്നെ പാടില്ല. സ്കൂൾ ഹെഡിന്റെ ഒപ്പീനിയൻ നമ്മൾ ചോദിച്ചിരിക്കണം. ഓക്കെ ഓക്കെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷന് എന്താ പറയാ, മാനേജ്മെന്റ്, ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ തന്നെ ടീച്ചിങ് സ്റ്റാഫുകൾ, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ, ഇവ മാത്രമല്ല വേണ്ടത്, മറിച്ച് കുട്ടികളുടെ പാർട്ടിസിപ്പേഷനും ഇതിനകത്ത് ആവശ്യമാണ്. കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്കൂള് മുമ്പോട്ട് പോവുക. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ക്ലിയർ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇതിനകത്ത്, എന്തെങ്കിലും പറയാനായിട്ട്? ഇപ്പൊ ടീച്ചർ ലാസ്റ്റ് പറഞ്ഞില്ലേ ടീച്ചറെ, എന്താ പറഞ്ഞത്, മറ്റേ പ്രിൻസിപ്പലിന് അവകാശമുണ്ട്, അഭിപ്രായം കൂടി എടുക്കാന്ന് പറഞ്ഞില്ലേ, റൈറ്റ്സ് ഉണ്ട്. പക്ഷെ അത് മാനേജ്മെന്റ്സ് അത് എടുക്കാറുണ്ടോ? അവരുടെ അഭിപ്രായം കണക്കിലെടുക്കാറുണ്ടോ? അങ്ങനെ എടുക്കാറില്ല. അങ്ങനെ എടുപ്പിക്കണം, അങ്ങനെ ഒപ്പീനിയൻ അവരുടെ കളക്ട് ചെയ്യണം. അല്ല, അവരല്ലേ കൂടുതലും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവർക്കാണ് കൂടുതലും എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് തീരുമാനിക്കാനും പറയാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അവരുടെ ഒപ്പീനിയൻ ആണ് മെയിൻ ആയിട്ട് എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ എടുക്കുന്നില്ല. നമ്മുടെ ഇതിലൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാറുണ്ടോ? മാനേജ്മെന്റിൽ നടപ്പാക്കുന്ന കാര്യങ്ങളല്ലേ എല്ലാവരും അങ്ങനെയാണോ, അതോ മൊത്തത്തിൽ അങ്ങനെ എടുക്കാറില്ല എന്നാണോ, അതോ കുറച്ച് സ്ഥലങ്ങളിൽ എടുക്കാറില്ല എന്നാണോ ടീച്ചർ പറഞ്ഞത്? അങ്ങനെ എടുക്കാറില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒപ്പീനിയൻസ് മാനിച്ചുകൊണ്ട് വേണം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ. സ്കൂളുമായി ബന്ധപ്പെട്ട ലോസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാനേജ്മെന്റ് ആണ് നിയമങ്ങളൊക്കെ രൂപീകരിക്കുന്നത്, അല്ലെ? പക്ഷെ ഇവരുടെ അഭിപ്രായം നമ്മൾ എടുത്തുകൊണ്ട് വേണം ചില ലോസ് ഒക്കെ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ അങ്ങനെ നോക്കാറില്ല. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആലോചിച്ചിട്ടല്ലേ മാം ചെയ്യുന്നേ? എന്താണ്? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൂടി ആലോചിച്ചല്ലേ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്? അവരായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഇവിടെ പറയുന്നേ, മാനേജ്മെന്റ് എന്ത് കാര്യമാണോ പറയുന്നത് അതേപടി അവരുടെ ഓർഡർ അനുസരിച്ച് മാത്രമാണ് ഹെഡ് ചെയ്യാം. അപ്പൊ പ്രിൻസിപ്പാൾസ് ഇതിനെതിരെ ഒന്നും പറയൊന്നുമില്ലേ? അവർക്ക് എന്തെങ്കിലും പറയാൻ? പല സ്കൂളില് പലതും എനിക്ക് തോന്നുന്നത്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഒരു ബോർഡ് ചേർന്നിട്ട് രൂപീകരിക്കുന്നുണ്ട്. സെപ്പറേറ്റ് തന്നെ മാനേജർ തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതുണ്ട്. ഓരോ സ്കൂളിന്റെ ഓരോ രീതിയിലായിട്ടാണ്. ബോർഡ് ഓഫ് മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഓരോ അവരവരുടെ രീതിക്ക് അനുസരിച്ചായിരിക്കും. എല്ലാ സ്കൂളും ഒരുപോലാന്ന് എനിക്ക് തോന്നുന്നില്ല. മാം പറഞ്ഞതിനോട് തന്നെ ഞാൻ യോജിക്കുന്ന കാര്യം, എനിക്ക് പല സ്കൂളുകളും അറിയാവുന്നത്, അതായത് വലിയ സ്കൂളുകൾ തന്നെ, മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളുകൾ, ഇപ്പൊ എന്താണെങ്കിലും, ഇപ്പൊ പിള്ളേർക്ക് കരിക്കുലം ആണെങ്കിലും കരിക്കുലം ആക്ടിവിറ്റീസും ഒക്കെ ഉള്ള സ്കൂളുകളിൽ പല ടീച്ചേഴ്സും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ടീച്ചേഴ്സിന്റെ അഭിപ്രായങ്ങൾ അവർ കേൾക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷെ ഒരിക്കലും അത് അവർ പ്രാവർത്തികമാക്കാറില്ല. അവര് ശരിക്കും മാനേജ്മെന്റിന്റെ ആ ഒരു തീരുമാനിച്ച മാനേജ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം ഒരു പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹെഡ് ഉണ്ടാവും. പക്ഷെ അതിന്റെ കൂട്ടത്തില് കുറച്ച് പേരെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അത് ചില പ്രായമുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ശരിക്കും അക്കാഡമിക്സ് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അവരുടെ സ്കൂളുകളിൽ എത്രയാണ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. അപ്പൊ പല സ്കൂളുകളിൽ എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ മാം പറഞ്ഞതിനോട് തന്നെ ചോദിക്കുന്നത്, നമ്മൾ എല്ലാവരുടെ അഭിപ്രായം കേൾക്കുന്നുണ്ടെങ്കിലും പക്ഷെ മാനേജ്മെന്റ് തീരുമാനത്തിൽ മാത്രമാണ് കേരളത്തിലുള്ള പല സ്കൂളുകളും നടപ്പാക്കുന്നത്. കറക്റ്റ് ആണ് മാം. അങ്ങനെയല്ല, കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളും അല്ല. എന്റെ ഫാമിലി തന്നെ സ്കൂളുണ്ട്. ചെയർമാൻ, വൈസ് ചെയർമാൻ, പ്രിൻസിപ്പൽ, അതുപോലെ മാനേജർ, കോർഡിനേറ്റർ, ഇങ്ങനെ ഒരു ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. ഒരു 7 മെമ്പേഴ്സ്. സ്കൂളുകളുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ആണെങ്കിൽ ഒരു 6 സ്കൂളും അതേ റൂളാണ് ഞാൻ പറഞ്ഞ എല്ലാ സ്കൂളും ഫോളോ ചെയ്യുന്നത് പറഞ്ഞത്. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ഒരു വ്യക്തി തന്നെ തീരുമാനിക്കുന്നതും ഉണ്ട്. പലതരത്തിലുള്ള തീരുമാനങ്ങൾ ഉള്ളവരുണ്ട്. പക്ഷെ ടീച്ചേഴ്സിനെ അതിനകത്ത് അവരൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വലുതായിട്ട് അവർ ചോദിക്കത്തില്ലായിരിക്കാം. പക്ഷെ അതിനകത്ത് ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അത് കുറവാണുള്ളത് അല്ലേ ടീച്ചറെ?
എന്തോ മാം? ഏത് ടൈപ്പ് ഓഫ് സ്കൂളാണ് നമ്മൾ പറയുന്നത്? CBSE സ്കൂൾ, CBSE സ്കൂളിൽ CBSE പ്രിൻസിപ്പൽസിന്റെ ഒപ്പീനിയൻസിന് അവർ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഓൾസോ ഇൻക്ലൂഡ് CBSE തന്നെയല്ല, സ്റ്റേറ്റ് സിലബസ് മാനേജ്മെന്റ് സ്കൂളുകളിലും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. മാനേജ്മെന്റ് സ്കൂളുകളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ പല രീതിയിലാണ്. എന്നിരുന്നാലും കൂടുതലും കണ്ടുവരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ രീതി എന്ന് പറയുന്നത് ഇങ്ങനത്തെയുള്ള രീതിയാണ്. കാരണം അവര് ജസ്റ്റ് ഒരു ഓർഡർ മാത്രമാണ് അവർ ഫോളോ ചെയ്യുക. അവരുടെ ഒപ്പീനിയൻസ് അവര് അവര് ചിലപ്പോൾ പറയാം, പക്ഷെ അതവര് എന്താ പറയാ, അതിന് വാല്യൂ കൊടുക്കുന്നുണ്ടാവില്ല. അവരുടെ ഒപ്പീനിയൻസ് അവർ വിലക്കെടുക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ കണ്ടുവരാറുള്ളത്. മാം, എന്റെ ഒരു അഭിപ്രായത്തിൽ തോന്നിയിട്ടുള്ളത്, എപ്പോഴും മാനേജ്മെന്റിന് പ്ലീസ് ചെയ്യണ ഹെഡ് ആണെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും, അവരുടെ തീരുമാനങ്ങൾ. അതല്ല ഇപ്പോ ഹെഡ് നല്ലൊരു തീരുമാനം എടുത്താലും ആ സ്കൂളിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോന്ന്, അവർക്ക് ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോന്ന് മെയിൻ ആയിട്ട് ഏത് സ്കൂളിൽ നോക്കുക. അവർക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഹെഡിന്റെ ആ തീരുമാനം അവർ പതുക്കെ ഒഴിവാക്കുകയാണ് ചെയ്യുക. എപ്പോഴും മാനേജ്മെന്റിനെ പ്ലീസ് ചെയ്യുന്ന എന്ത് തീരുമാനമാണെങ്കിലും അവരത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ കുറെ CBSE സ്കൂൾസിന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം കുറച്ചൊക്കെ കുട്ടികളുടെ ഇപ്പൊ ഇവര് മക്കൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവെ കണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. മാനേജ്മെന്റിനെ പ്ലീസ് ചെയ്യണ ആരാണെങ്കിലും അവർക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് അവര് വിലക്ക് എടുക്കില്ല. മാനേജ്മെന്റിന് ഇൻകം ഏൺ ചെയ്യുന്നതാണ് അവരുടെ മെയിൻ എയിം. അങ്ങനെയൊക്കെ ഇപ്പൊ നാടിനെ നന്നാക്കണമെന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ കൂടുതലും. നമുക്ക് തന്നെ ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഈ പോർഷനൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? എന്താ ഈ പോർഷനൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? അതിപ്പോ നമ്മുടെ മാത്രം ഇതാണല്ലോ മാനേജ് സജഷൻസ് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ എക്സാമിൽ ഉണ്ടാകും. എക്സാം കണ്ടക്ട് ചെയ്തവരാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇല്ലാത്ത ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതേപോലെ വരികയാണോ ചെയ്യുക, അതോ ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് ആണോ വരിക? ടെക്സ്റ്റ് ബുക്കിലുള്ളത് അങ്ങനെ തന്നെ വരില്ല. വരും, ചില ക്വസ്റ്റ്യൻസ് വരും. വരില്ലെന്ന് ഞാൻ പറയുന്നത്, ചിലത് വരാം. പക്ഷെ അത് മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും മാർക്ക് കിട്ടില്ല, സ്കോർ ചെയ്യാൻ പറ്റില്ല നമുക്ക് കേട്ടോ. അല്ല, നമ്മൾ മനസ്സിലാക്കി പഠിക്കണം അല്ലേ? നമ്മളിവിടെ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അതിൽ നിന്ന് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് നോട്ട് ചെയ്തെടുത്തില്ലേ? പക്ഷെ ആ നോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നോട്ട് ചെയ്തെടുക്കേണ്ടത് നിങ്ങളാണ് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു രീതിയാണ് നമ്മൾ എപ്പോഴും അവലംബിക്കുക. അതാണ് ഫോളോ ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഓരോരുത്തരായിട്ട് അത് കണ്ടുപിടിച്ച് അന്വേഷിച്ച് നോട്ട് തയ്യാറാക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു എക്സാം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആ എക്സാമില് നമുക്ക് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡെപ്ത് വൈസ്, അതായത് വളരെ ഡെപ്തോട് കൂടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത് അല്ലെ? ആ ഇൻട്രൊഡക്ഷനിൽ ഇതിനകത്ത് ഇല്ലാത്ത പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? പറഞ്ഞല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഒപ്പീനിയൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് അത് നോട്ട്സ് ആക്കി എഴുതി, അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. അത് ഏതൊരു എന്താ പറയാ, ഇത് ഈ ഒരു കോഴ്സിൽ മാത്രമല്ല, ഏതൊരു ഇതിലും അങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് കൂടുതൽ എന്താ പറയാ അറിവുകൾ നമുക്ക് കിട്ടുക. അപ്പൊ നമ്മളൊരു കോഴ്സിന്, നിങ്ങളിപ്പോ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്ന സമയത്തുള്ള നിങ്ങളല്ല ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴുണ്ടാവുക. ഈ കോഴ്സ് ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ മൊത്തമേ മാറിയിട്ടുണ്ടാവും. നിങ്ങളുടെ അറിവ് കൂടിയിട്ടുണ്ടാവും. നമുക്ക് ഡിപ്ലോമന്റെ പഠിക്കാനുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ PGന്റെ ഉണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഇതിലുള്ള ടോപ്പിക് അല്ലാതെ പുറത്തുനിന്നും കൂടി പഠിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ലല്ലോ. ഫാമിലി ലൈഫ് കൊണ്ടുപോകണവരല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെയാണ് ചോദിച്ചത്. ഇല്ല, അതല്ല, നിങ്ങൾക്ക് പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ആ തരത്തിലാണ് ക്വസ്റ്റ്യൻ ഇടുക. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാവും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സാമിന് വരിക. അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ മാം, ഞങ്ങൾക്ക് ഇടയ്ക്ക് മോക്ക് ടെസ്റ്റ് ഇടുമ്പോഴേ ഞങ്ങൾക്ക് നമുക്കൊരു
ഡിപ്ലോമക്കാർക്ക് നമുക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സൈക്കോളജിയിലെ. സഫിയ ഒന്ന് പറയടാ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണോ? ഡിഫൻസ് മെക്കാനിസത്തിന് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നപ്പോ ഭയങ്കര ഒരു എന്തോ പോലുള്ള ക്വസ്റ്റ്യൻസ് പോലെ തോന്നി. പിന്നെ അത് ഓരോരോ എന്താ പറയാ ടോപ്പിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ ആഴ്ന്ന് ചെന്ന് പഠിക്കുമ്പോഴാണ് ഇതിന്റെ ആൻസർ പറ്റുന്നത്. പക്ഷെ ചില ആളുകൾക്കൊന്നും അങ്ങനെ അതിന് പറ്റില്ല. കാരണം ഇത് സത്യ പറഞ്ഞ പോലെ ഫാമിലിയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് പറ്റുമെന്നേ അറിഞ്ഞൂടാ. പക്ഷേ ടീച്ചറെ പഠിച്ചാൽ സമയം കിട്ടാറില്ല. അല്ല, ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് പറ്റും. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ കുട്ടിയുടെ കാര്യങ്ങള്, കുട്ടികളുടെ കാര്യങ്ങള്, അതിന്റെ ഇടയിൽ കൂടെ രാവിലെ നമുക്ക് ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടാവല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതല്ലാതെ ടീച്ചർമാർ അസൈൻമെന്റ് വർക്കുകൾ തരും. അപ്പൊ ഇതല്ലാതെ നമ്മൾ പുറത്തുനിന്നും കൂടി കുറച്ച് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോഴേ നമുക്ക് അതാണ് പറയുന്നത്. ഇല്ല, പക്ഷേ ഹലോ കാര്യങ്ങൾ കുറേയധികം അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പങ്കെടുക്കുന്ന എത്ര പേരുണ്ട്, എത്ര പേര് അതിൽ നല്ല റാങ്കുകൾ മേടിക്കുന്നുണ്ട്. അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്, പകലൊക്കെ മുഴുവൻ പണിയെടുത്ത് രാത്രിയൊക്കെ പഠിച്ച് എത്രയോ നല്ല രീതിയിൽ എക്സാംസ് ക്രാക്ക് ചെയ്ത് ജോലി മേടിക്കുന്ന ആളുകളൊക്കെ. മാം, ഇത് എക്സാം എഴുതാൻ പറ്റുന്നുണ്ട്. ഞാൻ വർക്കിംഗ് ആണ് ഇപ്പോൾ, കറന്റ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ലൈവ് ക്ലാസ് ഒന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല. ഈ PDF മാത്രം നോക്കും. എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോഴാണ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നോക്കുന്നത്. പക്ഷെ ഞാൻ മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്ത ഒരാളാണ്. എനിക്ക് പലതിലും 5 out of 5 അല്ലാന്ന് വെച്ചാൽ 3, 4 ആ റേഞ്ചിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ കിട്ടും. കിട്ടായില്ല. അല്ല, ടെക്സ്റ്റിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പുറത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും പറഞ്ഞപ്പോഴാണ് അങ്ങനെ കൺഫ്യൂഷൻ ആയത്. മാം ഞാൻ മാം പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അത് പുറത്തുനിന്ന് എന്തായാലും സെർച്ച് ചെയ്യും. മാം പറയുന്ന കാര്യങ്ങൾ മാം ഇപ്പൊ പറഞ്ഞല്ലോ നമ്മളോട് പുറത്തുനിന്ന് സെർച്ച് ചെയ്യാ എന്നുള്ളത്. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും നമുക്കത് സെർച്ച് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഞാൻ അധികം മാം ടീച്ചേഴ്സ് ഒന്നും പഠിപ്പിക്കുന്നത് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ഓരോ ടോപ്പിക്ക് കിട്ടുമ്പോഴും അതിനെ കൂടുതൽ അറിയണം എന്നൊരാഗ്രഹമുള്ള ആളാ. അതുകൊണ്ട് ഞാൻ എത്ര സമയം മൊബൈൽ, ഞാൻ ആദ്യമൊക്കെ യൂട്യൂബാണ് കണ്ടിരുന്നത്. ഇപ്പൊ പക്ഷെ ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകൾ കിട്ടുമ്പോൾ സൈക്കോളജി ഒക്കെ പഠിച്ചു തുടങ്ങിയപ്പോ അതൊരു ഇൻട്രസ്റ്റ് ആയി. അപ്പൊ അതിനെ പറ്റിയുള്ള ഇപ്പൊ ഡിഫൻസ് മെക്കാനിസം പറഞ്ഞു, അതെനിക്ക് ഫുള്ളായിരുന്നു ആ മോക്ക് ടെസ്റ്റിൽ കിട്ടിയത്. എന്ന് വെച്ചാൽ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ സെർച്ച് ചെയ്തു, അതിന്റെ എക്സാമ്പിൾസ് കണ്ടുപിടിച്ചു, നമ്മൾ അത് എന്ത് ഇമോഷനാന്ന് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോ കുറെ പ്രാവശ്യം വായിച്ചിട്ടാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. മാം, ഈ സൈക്കോളജിയുടെ നല്ലൊരു സൈഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സബ്ജക്റ്റും ഇപ്പൊ ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആയാലും നമ്മളൊന്ന് സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ മാം പറഞ്ഞ അതേ മാറ്ററുകൾ പല രീതിയിലും നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരേ മെത്തേഡ് ആയിരിക്കും, പക്ഷെ അത് ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് പല രീതിയിലായിരിക്കുമല്ലോ. പല PDF-കളും പല കാര്യങ്ങളും നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും. അപ്പൊ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലായി കിട്ടും. അതുകൊണ്ടാണ് മാമിനോടാണ് ഞാനിപ്പോ അംഗീകരിക്കുന്നത്. എന്ന് വെച്ചാൽ സെർച്ച് ചെയ്താൽ നമുക്ക് കൂടുതൽ കിട്ടും കാര്യങ്ങൾ, നോളേജ്. ഞാൻ അങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്കത് ഏത് സബ്ജക്റ്റ് ആയാലും ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഒപ്പം വീട്ടിലെ കാര്യങ്ങളും നോക്കണം, എനിക്കൊരു മോളുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും എന്നുള്ള രീതിക്ക് പോസിറ്റീവ് സൈഡിലാണ് പറഞ്ഞത്. പൊട്ടിത്തെറിക്കേ കുക്ക് ചെയ്യുമ്പോ ഫോൺ അടുത്ത് വെക്കേണ്ട, പൊട്ടിത്തെറിക്കൊന്ന്. ഞാൻ ബ്ലൂടൂത്ത് ഇട്ടിട്ടാ കേൾക്കാറ്. അപ്പൊ നമുക്ക് അങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്തിട്ടാണെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്കൊരു പോസിറ്റീവ് മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാണ്. കൂടുതൽ റെഫർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും റെഫർ ചെയ്യാലോ. അതൊക്കെ ഒരു നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും കാര്യങ്ങള്.
നമ്മൾ എന്തായാലും ഒരു കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു, നമ്മൾ അതിനോടൊരു ഇൻട്രസ്റ്റ് കാണിക്കാന്നുണ്ടെങ്കിൽ ഏത് സമയമില്ലാത്തതും നമുക്ക് സമയം ഒരു 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് അന്വേഷിക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ. അതുമ്മ തന്നെ ആരും ഇരിക്കരുത്. ശരിക്കും ഞാൻ ഈ PDF ഒന്നും ബൈ ഹാർട്ട് സ്റ്റഡി ചെയ്യാറില്ല. മാം പറയുന്നതൊക്കെ കേൾക്കും, ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കും, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. ഞാൻ അധികവും ഹെഡിങ്ങിന്റെ പിന്നാലെയാ പോവാറ്. ഞാൻ പോയിട്ടില്ല കേട്ടോ. മാം മോട്ടിവേഷൻ ഒക്കെ നമുക്ക് ചെയ്യാം മാം, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. സ്റ്റുഡൻസ് തമ്മിലുള്ള ചർച്ച സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിൽ ചെയ്താൽ മതി. ക്ലാസ് കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇല്ല, ക്ലാസ്സിനിടയിൽ 1-2 സംസാരിക്കണോണ്ട് ഇപ്പൊ ഒന്നും പ്രശ്നമൊന്നുമില്ല. എല്ലാ ടീച്ചർമാരും അങ്ങനെ തന്നെ. നിങ്ങൾ ആരും അറിയാവണ്ട, നിങ്ങൾ എല്ലാവരും അമ്മമാരും വൈഫുമാരും എല്ലാവരും കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ്. നമ്മൾ മനസ്സ് വെക്കുക, വെക്കുന്നത് പോലൊക്കെ ചെയ്യുക. എത്ര ഇനി പഠിച്ചാലും എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. എത്ര അറിയാമെങ്കിലും അന്നേരം ചിലപ്പം നമുക്ക് തെറ്റും, ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആവും. അതൊക്കെ നമ്മുടെ ഭാഗ്യം. പിന്നെ നമ്മൾ എത്രയും വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അറിവ് കൂടും. വർക്ക് ചെയ്യാതിരുന്നാൽ അറിവ് കുറയും. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. കൂടുതൽ അങ്ങ് ടെൻഷൻ പിടിച്ചുകൊണ്ട് അങ്ങ് തല പുണ്ണാകാൻ പോയാൽ തല പുണ്ണായിക്കൊണ്ടിരിക്കും. എല്ലാം കല്ലി വെല്ലിന്ന് അങ്ങ് തള്ളിക്കളയുക. ഒക്കെ ചെയ്യൂ. അപ്പോ എന്ത് ചെയ്യാ, നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. അത്രയും മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മളൊരു ടീച്ചർമാരാകാൻ വേണ്ടി പഠിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പൊ ആ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു പേര്, ആ ഒരു വേർഡിന് ഒരു വാല്യൂ ഇല്ലേ, അങ്ങനെ സങ്കല്പിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. നമ്മളൊരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. നമുക്ക് അതിനു വേണ്ടിയിട്ട് പല ബുക്കുകൾ വായിക്കേണ്ടി വരും, പല കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും, പലതും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ഒരു പാട്ടായിട്ട് കാണുക. നമ്മൾ പഠിപ്പിക്കാനായിട്ടാണ് അതിന് വേണ്ടി വന്നിരിക്കുന്നത്, അല്ലെ ടീച്ചേഴ്സ് ആകാനല്ലേ ഭൂരിഭാഗം ആളുകൾ ഇതിനകത്ത് വന്നിരിക്കുന്നേ. ഓക്കെ, നമ്മൾ വേറൊരു ജോലി ചെയ്യുന്നത് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഞാൻ പഠിപ്പിക്കാനാണ് പോകാൻ പോകുന്നത്. അപ്പൊ എനിക്ക് എന്റെ കുട്ടികൾ എന്നോട് എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ എനിക്കതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കണം. അതിന് എനിക്ക് അറിവുണ്ടായിരിക്കണം, മറ്റുള്ളവർക്ക് അറിവുണ്ടായിട്ട് കാര്യമില്ല. എനിക്കതില് നോളജ് ഉണ്ടോ, അതിൽ എത്രത്തോളം ഡെപ്ത് ഉണ്ടോ, അതിനനുസരിച്ചിരിക്കും എന്റെ ആൻസർ എന്ന് പറയാ. ഓക്കെ, മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു കുട്ടി നമ്മളോട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്ന് ചോദിക്കുകയാണ്, അത് പാഠപുസ്തകത്തിലുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ അതിന് പുറത്തുനിന്നുള്ളതായിക്കോട്ടെ, നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു കുട്ടിക്ക് ഒരു ആൻസർ കൊടുക്കണ്ടേ. വന്ന് ചോദിക്കുമ്പോഴേ എനിക്ക് വയ്യാട്ടോ, എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് സഹായിക്കാനായിട്ട് പറ്റില്ല എന്നാ കുട്ടിയോട് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ടീച്ചർ ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? അത് നിങ്ങൾ പറഞ്ഞു തന്നെ. ആൻസർ കൊടുക്കേണ്ടതുണ്ട്. ഇത് കേട്ടിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ആ കുട്ടിയെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടി പറയുന്ന കാര്യത്തിന് നമ്മൾ ആൻസർ കൊടുക്കുക. ഓക്കെ, അപ്പോ അങ്ങനെ എന്ത് ചെയ്യാം, ആ ഒരു ഇത് നിങ്ങൾ വിചാരിക്കാൻ മനസ്സിൽ. എനിക്കൊരു കുട്ടി വന്ന് ചോദിച്ചാല് എനിക്ക് മറുപടി കൊടുക്കണം, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. പിന്നെ ഒരു വ്യക്തിക്ക് മാക്സിമം എത്ര ശ്രമിക്കാൻ പറ്റുന്നോ അത്രയും ട്രൈ ചെയ്യുക. ഓക്കെ, നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടാവില്ലേ, ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പഠിക്കുക, ട്രൈ ചെയ്യുക കേട്ടോ. അത്രയും മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ പലവരും പല ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ഇതിനൊക്കെ മറുപടി ആയിട്ട് എനിക്കിത് മാത്രമേ പറയാനായിട്ട് പറ്റൂ. ഓക്കെ, അപ്പൊ നമുക്കിനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ ഒരു ചെറിയൊരു ചോദിച്ചോട്ടെ. നമുക്ക് MT8ന്റെ പൊതുവെ, കാരണം നമുക്കിത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണല്ലോ, മാമിന് അറിയാലോ ഈ ഒരു സബ്ജക്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു PDF നോക്കുന്നതും. മാം പറഞ്ഞത് കുറച്ച് ലെക്ചർ നോട്ടൊക്കെ ഞാനിപ്പോ എഴുതി എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ മെത്തേഡ് ഫോളോ ചെയ്താലും നമുക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പിടി കിട്ടും അല്ലേ? ഈ ഒരു മെത്തേഡിൽ തന്നെ പോയാൽ മതി എന്നാ മാം പറയുന്നത്. അപ്പൊ ശരി, ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. രാത്രി കേട്ടാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചിന്തിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ചെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യാൻ, നമ്മൾ കണക്ട് ചെയ്യുക കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.
Then areas of educational administration. അതൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ ഇതൊന്ന്. ഓഡ്ബൈറ്റഡ്. ഓഡ്ബൈറ്റഡ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബിസിനസ് തിയറിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഓഡ്ബൈറ്റഡ് ഈസ് ആൻ അമേരിക്കൻ ബിസിനസ് തിയറിസ്റ്റ്. അദ്ദേഹം ധാരാളം ബിസിനസ് തിയറീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അഡ്മിനിസ്ട്രേഷനെ 5 മേഖലകൾ അല്ലെങ്കിൽ 5 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഓഡ്ബൈറ്റഡ് എന്ന് പറയുന്ന ആള് അഡ്മിനിസ്ട്രേഷനെ 5 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. പ്രൊഡക്ഷൻ, അഷ്വറിംഗ് പബ്ലിക് യൂസ്, then ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, പേഴ്സണൽ ആൻഡ് കോർഡിനേഷൻ. 5 സ്റ്റേജ് കേട്ടോ. ഒന്ന് പ്രൊഡക്ഷൻ, അഷ്വറിംഗ് പബ്ലിക് യൂസ്, അത് ഒരുമിച്ചാണ് കേട്ടോ, കോമോ ഒന്നുമില്ല. അഷ്വറിംഗ് പബ്ലിക് യൂസ് എന്നാണ്. then ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, പേഴ്സണൽ ആൻഡ് കോർഡിനേഷൻ. അപ്പോ ഈ 5 കാര്യങ്ങള് നമ്മൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഈ 5 സ്റ്റേജസ് നമ്മൾ എന്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ 5 കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രൊഡക്ഷൻ ഒന്ന് റീഡ് ചെയ്യുക. ആ പേരുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓഡ്ബൈറ്റഡ് എന്ന് പറയുന്നത് അമേരിക്കൻ ബിസിനസ് തിയറിസ്റ്റ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ സ്പെല്ലിങ് തെറ്റല്ലേ? ഡി അല്ലല്ലോ, ടി അല്ലേ വരിക? അതെ അതെ, ടി ആണ് വരിക കേട്ടോ. അതുപോലെ പേഴ്സണലിന്റെ PERSONAL അല്ലല്ലേ? 2 N ഉണ്ടോ? പേഴ്സണൽ അത് കറക്റ്റ് ആണ് മാം. അത് കറക്റ്റ് ആണ്, പേഴ്സണൽ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് PERSONAL അത് ഇത് പേഴ്സണലാ? അത് രണ്ട് മീനിങ്ങാ വരുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥരെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ കേട്ടോ. ഓക്കെ, ഉദ്യോഗസ്ഥരെന്നാണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റാഫുകൾ. മറ്റേതൊരു വ്യക്തി അങ്ങനെ വ്യക്തിപരമായ എന്നുള്ളതല്ല, മറ്റേ പേഴ്സണലിന്റെ മീനിങ്. വായിച്ചോ, പ്രൊഡക്ഷൻ വായിച്ചോ? നിങ്ങൾക്കൊരു ജോലി തരാം. നമുക്ക് 9 മണിയായി സമയം ഏകദേശം. പ്രൊഡക്ഷൻ പറഞ്ഞു, അഷ്വറിംഗ് പബ്ലിക് യൂസ്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, പേഴ്സണൽ, ദെൻ കോർഡിനേഷൻ. ഇത് വായിച്ചിട്ട് എന്താണ് മനസ്സിലാകുന്നതെന്ന് ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതിയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഷോർട്ട് നോട്ട് ഇതുപോലെ തന്നെ എഴുതി വെക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ട് എന്താണ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ ഇത് എന്താണെന്ന് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എഴുതേണ്ടത്? മലയാളത്തിലോ ഇംഗ്ലീഷിലോ 2 തരത്തിൽ എഴുതാം. മലയാളത്തിലും എഴുതാം, ഇംഗ്ലീഷിലും എഴുതാം. കാരണം നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മലയാളത്തിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. 2 രീതിയിൽ എഴുതാം കേട്ടോ. ഇംഗ്ലീഷിലും എഴുതാം, മലയാളത്തിൽ എഴുതാം. then അത് എക്സ്പ്ലെയിൻ ചെയ്യും. എന്താണ് പ്രൊഡക്ഷൻ, അഷ്വറിംഗ് പബ്ലിക് യൂസ്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, പേഴ്സണൽ ആൻഡ് കോർഡിനേഷൻ.
ഓക്കെ, അദ്ദേഹത്തിന്റെ 5 സ്റ്റെപ്പുകളാണ് കേട്ടോ. അദ്ദേഹം അഡ്മിനിസ്ട്രേഷനെ 5 മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് അതിനകത്ത് പറയുന്നത്. ഇത് എഡ്യൂക്കേഷൻ അല്ലേ തിരിച്ചിരിക്കുന്നത്? പ്രൊഡക്ട്സ് അല്ല, ഈ 5 പറഞ്ഞില്ലേ? ഈ 5 പറഞ്ഞത് അഡ്മിനിസ്ട്രേഷനെയാണ് തിരിച്ചിരിക്കുന്നത്. അത് നമ്മൾ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കാര്യങ്ങൾ. ടീച്ചർ 5th വൺ ഒന്നുകൂടെ പറയാവോ? സ്ക്രീനിൽ 4 കാണുന്നു. ഏതാണ്? സ്ക്രീനിൽ 4 കാണുന്നുള്ളൂ. 5th വൺ തന്നെ ഒന്നുകൂടെ പറയാമോ? കോർഡിനേഷൻ ആണ് കേട്ടോ. ഒരു സമ്മറി എഴുതാനാണോ പറയുന്നത്? സമ്മറി, ഒരു ഷോർട്ട് നോട്ട്, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് എഴുതുക. ഓക്കെ, 2 or 3 വേർഡ്സിലായാലും മതി. എന്താണ് മനസ്സിലായത് നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ എഴുതുക. എഴുതിക്കൊണ്ട് വരിക. ഇത് ഒരു അസൈൻമെന്റ് അല്ല, ഒരു ആക്ടിവിറ്റി ആയിട്ട് കരുതിയാൽ മതി. നെക്സ്റ്റ് ക്ലാസ് എന്നാ? ഇനി നെക്സ്റ്റ് സാറ്റർഡേ ആണോ? നെക്സ്റ്റ് സാറ്റർഡേ ആണ് എന്റെ ക്ലാസ്. ഓക്കെ ഓക്കെ ഓക്കെ, 1 വീക്ക് ഉണ്ട്. എല്ലാവരും എഴുതിക്കൊണ്ട് വരിക. ഹലോ, ടീച്ചർ പേരെന്താ? എന്റെ പേര് അശ്വതി. ഇത്രയും നേരമായിട്ട് മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ ഇടയിൽ വെച്ചിട്ട് കയറിയതാണ്, സോറി. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. ഇതിനു മുമ്പ് വേറെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നോ ടീച്ചർ? ഞാൻ MT1, 2, 3 and 4 MT4 എന്നെ അത്രയും ആളുകൾക്ക് എന്നെ പരിചയമുണ്ടായിരിക്കും ഇവിടെ. ബാക്കി MT5, 6, 7, 8 ഞാൻ എടുക്കുന്നില്ല. 4 വരെയുള്ള MT4 വരെയുള്ള ബാച്ചുകൾക്കാണ് ഞാൻ ക്ലാസ്. ഞങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ മാം, ഞങ്ങൾക്ക് MT8 ഒക്ടോബർ ബാച്ചിന്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലേ? നിങ്ങൾക്കൊന്നും കേറാൻ പറ്റിയിട്ടില്ല, വേറെ ബാച്ചുകളൊക്കെ ഉള്ളതുകൊണ്ട്. നോക്കാം, നമുക്ക് നോക്കാം ഈ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് പോകുന്നത് നോക്കാം. നന്നായിട്ട് തന്നെ വായിക്കുക, സെർച്ച് ചെയ്യുക, പഠിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. മാം, ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ മാം? താങ്ക് യു മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ടീച്ചറെ ഹലോ, സൈനിങ് ഒന്നുമില്ല നമ്മള്? സൈനിങ് അല്ല, സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ പറയട്ടെ മാം? പറയാവുന്ന മാം? പറഞ്ഞോളൂ. ആരാണ് ചെയ്യുന്നേ? I am Jolie from Chennai. Quote of the day says Abraham Lincoln. The things I wanted to know are in books. My best friend is the man who will get to me a book I ain't read. Thank you for a wonderful class. Thank you, ma'am and all. Thank you. Bye. Good night. Good night, ma'am. Thank you. Thank you. Ma'am, good night.